In the last session, we have discussed the theory of black body radiation, one of the first experiment which cannot be explained using wave nature of electromagnetic wave, using wave properties. The second experiment which shows where the wave theory of electromagnetic theory failed is the photoelectric effect. Photoelectric effect is first observed in 1887 by Hertz in his experiment to prove that light is an electromagnetic wave. ആ എക്സ്പെരിമെൻ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്. ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രണ്ട് സ്പാർക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന രണ്ട് ബാർ അവിടെ ഒരു ആ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് യു വി ലൈറ്റ് വെച്ച് ഇലുമിനേറ്റ് ചെയ്തപ്പോൾ ഹി ഒബ്സർവ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ഈസി ടു പ്രൊഡ്യൂസ് സ്പാർക്ക് ഇൻ ദി ട്രാൻസ്മിറ്റർ. ആ സ്പാർക്ക് ആണ് അവിടെ ട്രാൻസ്മിറ്ററായിട്ട് ആക്ട് ചെയ്തായിരുന്നു. അവിടെ യു വി ലൈറ്റ് കൊണ്ട് ഇലുമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പാർക്ക് ഉണ്ടാവാനായിട്ട് കൂടുതൽ ഈസിയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണത് മനസ്സിലാക്കിയ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ആണ് ഈ അൾട്രാവയലറ്റ് റേസ് അതിൽ വീഴുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഈസിയാണ്, അങ്ങനെയാണ് അവിടെ സ്പാർക്ക് ഈസി ആയിട്ട് ഉണ്ടാവുന്നതെന്ന്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഐറണി ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഫിസിക്സ് ദാറ്റ് ദി സെയിം എക്സ്പെരിമെൻറ്റ് വിച്ച് യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് ലൈറ്റ് ഈസ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് gives the proof that it is not an electromagnetic wave, it is not a wave itself. അപ്പോൾ ഹെഡ്സ് ചെയ്ത എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വേവ് നേച്ചർ പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ്. മാക്സ്വെൽസ് ഇക്വേഷൻ്റെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ വേവ് പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്തതാണ്. പക്ഷേ അതേ എക്സ്പെരിമെൻറ്റ് തന്നെയാണ് ഫസ്റ്റ് എവിഡൻസ്. അതിന് വേവ് നേച്ചർ മാത്രം പോരാ, അതിനൊരു പ്രക്ടിക്കൽ നേച്ചറും കൂടി ഉണ്ട് എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസും കൂടി വന്ന് അങ്ങനെ ഒരു കോൺട്രഡിക്ഷനും കൂടി ഈ എക്സ്പെരിമെൻറ്റിനുണ്ട്. അപ്പോൾ എന്താണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്? When light or radiation of suitable frequency incident on certain metals, electrons are ejected from the surface of this substance. അപ്പോൾ ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനനാണ് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ്. ആൻഡ് ഇജക്റ്റഡ് ഫോട്ടോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ എന്താണ് അതിൽ വേവ് തിയറി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്? അതിനെക്കുറിച്ച് ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ദിസ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ടു സ്റ്റഡി ദി ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് കൺസിസ്റ്റ് ഓഫ് എ ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്, കൺസിസ്റ്റ് ഓഫ് ടു മെറ്റൽ പ്ലേറ്റ്സ്, വൺ ഈസ് ആനോഡ് ആൻഡ് വൺ ഈസ് കാഥോഡ്. അപ്പോൾ ഈ ആനോഡിലാണ് ലൈറ്റ് വീഴുന്നത്. ആനോഡിൽ ലൈറ്റ് വീഴുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുകയാണ്. ആ ഫോട്ടോ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം കാഥോഡ് നെഗറ്റീവ് ചാർജാണ്. ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ ഇലക്ട്രോണിനെ അത് റിപ്പൽ ചെയ്യും. എന്നിട്ട് പോലും ചില ഇലക്ട്രോൺസ് ആ റിപ്പൽഷൻ ഓവർകം ചെയ്തുകൊണ്ട് ഇവിടെ എത്താണ്, സഫീഷ്യൻ്റ് എനർജിയുള്ള ഇലക്ട്രോൺസ് എത്താണ്. ആ ഇലക്ട്രോൺസ് ഇവിടെ ഒരു ഫോട്ടോ കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു കറണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടായോ എന്ന് നമുക്കിവിടെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 4 ഒബ്സർവേഷനാണ് വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. ഒന്ന്, ദിസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇൻസ്റ്റൻറ്റേനിയസ് ആയി, അതായത് ലൈറ്റ് വീഴുമ്പോൾ തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒബ്സർവേഷൻ. അതുകൊണ്ടാണ് എന്താണ് വേവ് തിയറിക്ക് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്? കാരണം വേവ് തിയറിയിൽ വേവിൻ്റെ എനർജി മുഴുവൻ ഒരു വേവ് ഫ്രണ്ടിൽ സ്പ്രെഡായി കിടക്കുകയാണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഒരു ഓൾ ഓൺ എ സഡൻ ഈ എനർജി മുഴുവൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും, ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്? ഈ വേവ് ഫ്രണ്ടിൽ ഇത്രയും റീജിയണിൽ സ്പ്രെഡായിരിക്കുന്ന ആ വേവ് ഫ്രണ്ടിൽ നിന്ന് എനർജി മുഴുവൻ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഫൈനൈറ്റ് ടൈം എടുക്കും ഇവിടെ നിന്ന് എല്ലാ എനർജി ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വേവ് ആണോ, വേവ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പെരിമെൻ്റ് ആണോ, ഒരു ഒബ്സർവേഷനാണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്. രണ്ടാമത്തെ ഒബ്സർവേഷൻ, ദ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. അതായത് ഇവിടെ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കറണ്ട് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നു. കൂടുതൽ കറണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നു, കൂടുതൽ കറണ്ട് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നു. പക്ഷേ ഈ വരുന്ന ഇലക്ട്രോൺസിനെല്ലാം സെയിം എനർജിയാണ്. ബട്ട് ഇലക്ട്രോൺ എനർജി ഈസ് സെയിം.
അപ്പോൾ നമ്മൾ ക്ലാസിക്കലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വീഴുകയാണെങ്കിൽ കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോൺസ് വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ഒബ്സർവ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കറണ്ട് കൂടുന്നുണ്ട്, മീറ്ററിലെ കറണ്ട് റീഡിങ് കൂടുന്നുണ്ട്. പക്ഷേ എല്ലാ ഇലക്ട്രോണിനും ഓൾമോസ്റ്റ് സെയിം എനർജിയാണ് വരുന്നത്. എനർജിയിൽ വ്യത്യാസം വരുന്നില്ല, നമ്പർ കൂടുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ഒബ്സർവേഷൻ, ദി വെലോസിറ്റി and hence kinetic energy is half mv square. Velocity and hence kinetic energy of ejected electrons is proportional to nu. Frequency, incident frequency ക്ക് പ്രൊപ്പോർഷണലാണ്. അതായത് ഫ്രീക്വൻസി കൂടിയ ലൈറ്റ് വീഴുകയാണെങ്കിൽ കൂടുതൽ എനർജി വരികയാണ്, ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റ് ആണെങ്കിൽ എനർജി കുറയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു റെഡ് ലൈറ്റ് വീഴുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ എനർജിയാണ് കിട്ടുന്നത്. അതേസമയം ഞാൻ ബ്ലൂ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ എനർജിയിലുള്ള ഇലക്ട്രോണിനെ കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് ഒബ്സർവേഷനും കാണിക്കുന്നത്, സെക്കൻഡ് ആൻഡ് തേർഡ് കാണിക്കുന്നത് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി നോട്ട് ഓൺ ഇൻറ്റൻസിറ്റി. ക്ലാസിക്കൽ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എനർജി കൂടുന്നതാണ്. പക്ഷേ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ കറണ്ട് കൂടുന്നുണ്ട്, പക്ഷേ എല്ലാവരുടെയും എനർജി സെയിം ആണ്. പക്ഷേ ഫ്രീക്വൻസി മാറുമ്പോൾ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ബ്ലൂ ലൈറ്റ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും തോറും എനർജിയും കൂടി വരുന്നു. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനും ക്ലാസിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. വേവ് തിയറി ഉപയോഗിച്ചിട്ട് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ഫോർത്ത് ഒബ്സർവേഷൻ, there is a frequency below certain critical frequency nu zero, or it is also called threshold frequency nu zero. അത് ഒരു മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നില്ല. അതായത് ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ, ഈ ക്രിറ്റിക്കൽ ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വീണാൽ മാത്രമാണ് ഇവിടുന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ 4 ഒബ്സർവേഷനാണ്. എന്താണെന്ന്, ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നടക്കുന്നു, എങ്ങനെയാണ് വേവ് ഫ്രണ്ടിലെ എനർജി മുഴുവൻ ഒരു പോയിന്റിലേക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 2, ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ് കറണ്ട്, പക്ഷേ എല്ലാവരുടെയും എനർജി സെയിം ആണ്. ക്ലാസിക്കലി അങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ എനർജി കൂടുന്നതാണ്. മൂന്നാമത്തത്, ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടുന്നു. റെഡിനേക്കാൾ കൂടുതൽ എനർജി ഫോട്ടോ ഇലക്ട്രോൺസിന് ഉണ്ടാവുക ബ്ലൂ ലൈറ്റ് വീഴുമ്പോഴാണ്. മൂന്നാമത്തെ ഒരു ക്രിറ്റിക്കൽ ഫ്രീക്വൻസി ഉണ്ട്, അത് ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വീണാൽ മാത്രമേ ഈ ഫോട്ടോ ഇജക്ഷൻ നടക്കുന്നുള്ളൂ. ഈ 4 ഒബ്സർവേഷനാണ് ഈ വേവ് തിയറിയെ ചലഞ്ച് ചെയ്യുന്ന, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറിയെ ചലഞ്ച് ചെയ്ത് വന്ന ഒരു ഒബ്സർവേഷൻസ്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിന് ആദ്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത്, സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തത് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീൻസ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. Einstein's quantum theory of light. In 1905, Einstein proposed that energy of light is not spread out over wavefront, or energy of light is concentrated in small packets called photons, and each photon of frequency nu has an energy equal to h nu. ഐൻസ്റ്റീൻ പറയാണ്, അത് വേവ് ഫ്രണ്ടിലല്ല ഈ ഫോട്ടോ ഇലക്ട്രോൺ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഇരിക്കുന്നത്, അത് സ്മോൾ പാക്കറ്റ്സിലായിട്ടാണ്, എനർജി സ്മോൾ പാക്കറ്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് അദ്ദേഹം ഫോട്ടോൺ എന്ന് വിളിച്ചു. ആ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ന്യൂ ഫ്രീക്വൻസിയിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ E=h ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വാണ്ടൈസേഷനാണ് കൊണ്ടുവരുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ക്വാണ്ടൈസ്ഡ് ആണ്, അല്ലെങ്കിൽ h nu എന്നാണ് അതിൻ്റെ ഒരു ഫോട്ടോൺ, ഒരു സ്മോൾ പാക്കറ്റ്സ് ഓഫ് ഒരു h nu യൂണിറ്റ്സ് ആയിട്ടാണ് അതിൻ്റെ എനർജി വരുന്നത്. ഒരു കംപ്ലീറ്റ് ക്വാണ്ടൈസേഷനാണ് ഐൻസ്റ്റീൻ കൊണ്ടുവരുന്നത്. നേരത്തെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ തിയറിയിൽ കണ്ടായിരുന്നു, അവിടെയും ഒരു ക്വാണ്ടൈസേഷൻ വന്നു. പക്ഷേ അവിടെ മാക്സ് പ്ലാങ്ക് അസ്യൂം ചെയ്തത് ഓസിലേറ്റേഴ്സും വേവും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രീക്വൻസി ആയിട്ടാണ്, ബേസിക് യൂണിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് മാത്രമാണ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ്റെ ക്വാണ്ടം തിയറിയിൽ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തന്നെ
ക്വാണ്ടൈസ്ഡ് ആണ്. അത് E=h എന്ന് പറയുന്ന ആ ബേസിക് യൂണിറ്റിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ്, ഫോട്ടോൺ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഐൻസ്റ്റീനാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കംപ്ലീറ്റ് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയതും ഈ ഒരു കൺസെപ്റ്റിനാണ്. ഐൻസ്റ്റീൻ്റെ നോബൽ പ്രൈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വാണ്ടം തിയറി ഈ 4 ഒബ്സർവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇതെന്തായിരുന്നു? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്. അത് ഓൾറെഡി സോൾവ് ആയി. കാരണം ഐൻസ്റ്റീൻ അസ്യൂം ചെയ്തിരിക്കുന്നത് സ്മോൾ പാക്കറ്റ്സ് ഓഫ് ഫോട്ടോൺ, വേവ് ഫ്രണ്ട് ആയിട്ടല്ല ഐൻസ്റ്റീൻ അതിനെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഒരു ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അതിൻ്റെ എനർജി പോകുന്നത്. അപ്പോൾ ആ ഫോട്ടോണിന് h ഇലക്ട്രോണിലേക്ക് ആ ഫോട്ടോണിൻ്റെ എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത്തത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. ഇപ്പോൾ റെഡ് ലൈറ്റ് ന്യൂ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് തന്നെ ഞാൻ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കൊടുത്താൽ എന്താ പറ്റുക? കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കൊടുക്കുമ്പോൾ കൂടുതൽ h ആണ് വരുന്നത്, കൂടുതൽ നമ്പർ ഓഫ് h ആണ് വരുന്നത്. കൂടുതൽ റെഡ് ലൈറ്റ് വരാമെന്ന് പറഞ്ഞാൽ കൂടുതൽ h ആണ് വരുന്നത്. ഈ ഓരോ h ഓരോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് കൂട്ടും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ കൂടുതൽ h പാക്കറ്റ്സ് ആണ് വരുന്നത്. എല്ലാ h സെയിം ആണ്. റെഡിൻ്റെ അതേ എനർജിയാണ് എല്ലാവർക്കും വരുന്നത്. എല്ലാവരും എല്ലാവരും ചെന്ന് മെറ്റൽ സർഫസിൽ വീണ് ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന് എല്ലാവർക്കും സെയിം എനർജി ആയിരിക്കും. പക്ഷേ നമ്പർ കൂടും ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോൺസ് കൂടുമ്പോൾ കറസ്പോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ കറണ്ട് കൂടും. പക്ഷേ എല്ലാവർക്കും എനർജി h അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. മൂന്നാമത്തത് എന്താണ്? ദ വെലോസിറ്റി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു h. അത് എവിഡൻ്റ് ആണ്. E=h ആണ്. അപ്പോൾ h അപ്പോൾ ന്യൂ കൂടുകയാണെങ്കിൽ എനർജി കൂടും. അപ്പോൾ ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എനർജി കൂടുതലാണെങ്കിൽ അത് ഉപയോഗിച്ച് ഇജക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിനും എനർജി കൂടുതലായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യവും നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫോർത്ത് എന്താണ്? ദാറ്റ്സ് എ ക്രിറ്റിക്കൽ ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ക്രിറ്റിക്കൽ ഫ്രീക്വൻസി? ആ ക്രിറ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ phi is equal to h nu0. nu0 is a threshold frequency. ഫോർത്ത് ഒബ്സർവേഷൻ പറയുന്ന ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട്. അതിനേക്കാൾ കൂടിയ ഫ്രീക്വൻസി വന്നാൽ മാത്രമാണ് ഇത് ഇജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഇലക്ട്രോണെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്തുണ്ടോ അങ്ങനെ ഒരു എനർജിയുടെ ആവശ്യമില്ലെങ്കിൽ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. മെറ്റൽസിൽ ഇലക്ട്രോൺ ബൗണ്ടഡ് ആണ്. അപ്പോൾ ആ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുത്തേ പറ്റൂ. ആ മിനിമം എനർജിയാണ് h nu0. ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. അത്രയും എനർജി നമ്മൾ കൊടുക്കണം. അതാണ് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മെറ്റൽ ടു മെറ്റൽ വേരി ആയിരിക്കും. ചില മെറ്റലിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺ ബൗണ്ട് ചെയ്തിരിക്കാം. അപ്പോൾ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ കൂടുതലായിരിക്കും. സോ ഗ്രേറ്റർ ദ വർക്ക് ഫംഗ്ഷൻ, ഗ്രേറ്റർ ഇസ് ദി ത്രഷോൾഡ് ഫ്രീക്വൻസി. Now, based on this argument, Einstein proposed an equation. That is Einstein's photoelectric equation. h nu is equal to kinetic energy maximum plus phi. അതിനെ ഇങ്ങനെ എഴുതാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. h nu minus phi is equal to k E max. എന്താണ് h nu? h nu is equal to E incident photon energy. അതിൽ വീഴുന്ന ആ ലൈറ്റ്, റെഡ് ലൈറ്റ് ആണെങ്കിൽ റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടം ഓഫ് എനർജിയാണ്, ഫോട്ടോണിൻ്റെ എനർജിയാണ് E മൈനസ് phi എന്താണ്? വർക്ക് ഫംഗ്ഷൻ. അത് നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് വർക്ക് ആ മെറ്റലിൽ നിന്ന് സർഫസിൽ നിന്ന് അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ആർക്ക് കിട്ടുള്ളൂ? ഇലക്ട്രോണിന് കിട്ടാവുന്ന മാക്സിമം കൈനറ്റിക് എനർജി. അപ്പോൾ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി h nu ആണ്. അതിലൊരു ഭാഗം മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് അതിൻ്റെ വർക്ക് ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കുന്നു. ബാക്കി ഈ ഡിഫറൻസ് ആണ് ആ ഇലക്ട്രോണിന് കിട്ടാവുന്ന മാക്സിമം കൈനറ്റിക് എനർജി. അതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ കെ ഇ മാക്സ് ഈക്വൽ ടു h nu മൈനസ് nu0. ഈ ഫംഗ്ഷന് കൈനറ്റിക് എനർജിനെ നമ്മളൊരു y എന്നുള്ള ഫംഗ്ഷനായിട്ട് വിളിക്കുകയാണെങ്കിൽ h ഒരു കോൺസ്റ്റൻറ്റ് m nu x അതിന് ഒരു വേരിയബിൾ x ആയിട്ട് വിളിക്കുകയാണെങ്കിൽ പ്ലസ് c. h nu0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു മെറ്റലിന് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂ വേഴ്സസ് കൈനറ്റിക് എനർജി മാക്സ് ഒരു ഗ്രാഫിന് ഒരു മെറ്റലിന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ. അല്ലെങ്കിൽ ഈക്വേഷൻ കാണിക്കുന്ന പോലെ y ഈക്വൽ ടു mx പ്ലസ് c ഒരു സ്ട്രേറ്റ് ലൈനാണ്. കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ
ഒരു മെറ്റലിന് അത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടുക. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എക്സാക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ന്യൂ സീറോയിലായിരിക്കും വർക്ക് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് ഇതാണ്. വരുന്ന ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ സീറോ ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ അത്രയും ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് വരുന്നെങ്കിൽ എന്തുണ്ടാവും, ഈ ഇലക്ട്രോണിനെ അതിന് മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സർഫസ് വരെ എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് റിലീസ് ആവാനുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ത്രെഷോൾഡ് എനർജിയാണ് എച്ച് ന്യൂ സീറോ. ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്ത് ജസ്റ്റ് കൊണ്ടുവരാനുള്ള അത്രയും എനർജിയേ ഉള്ളൂ. ആ എനർജി മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും. അപ്പോൾ എച്ച് ന്യൂ സീറോ അതിനേക്കാൾ കുറഞ്ഞ എനർജി ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നില്ല. ഇനി എച്ച് ന്യൂ ഗ്രേറ്റർ ദാൻ എച്ച് ന്യൂ സീറോ ത്രെഷോൾഡ് എനർജിയേക്കാൾ കൂടുതൽ എനർജിയുള്ള ഒരു ഫ്രീക്വൻസി ലൈറ്റ് വരികയാണെങ്കിൽ, ബ്ലൂ ലൈറ്റ് പോലെയുള്ള ലൈറ്റുകൾ വരികയാണെങ്കിൽ എന്തുണ്ടാവും, കുറച്ച് ഭാഗം അതിൻ്റെ വർക്ക് ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കും. ബാക്കി അതിൻ്റെ ഡിഫറൻസ് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് ഫോട്ടോണ് അവിടെ നിന്ന് റിലീസ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, അയണൈസേഷൻ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ടാകും കെമിസ്ട്രിയിലൊക്കെ. അയണൈസേഷൻ എനർജി എന്താണ്? ഇതുപോലെ തന്നെ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ്. അയണൈസേഷൻ എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദി എനർജി റിക്വയർഡ് ടു പുൾ ഔട്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ഫ്രീ ആറ്റം. ഒരു ഫ്രീ ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടി വരുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി. ഫോർ എക്സാമ്പിൾ ഫോർ സീഷ്യം എന്ന് പറയുന്ന മെറ്റലിന് ഇറ്റ് ഈസ് 3.9 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത് തന്നെയാണോ നമ്മുടെ ത്രെഷോൾഡ് എനർജിയും അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷനും ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ വേണ്ട എനർജിയാണ്. എന്താണ് ഡിഫറൻസ് പക്ഷേ അയണൈസേഷൻ എനർജിയുമായിട്ട്? ഇതാണ് ഡിഫറൻസ്. ഇറ്റ് ഈസ് ദി എനർജി ടു എസ്കേപ്പ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. ഇവിടെ ഫ്രീ ആറ്റത്തിൽ നിന്നായിരുന്നു. ഫ്രീ ആറ്റത്തിലാവുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. മെറ്റൽ സർഫസ് നമുക്കറിയാം, മെറ്റലിൻ്റെ സർഫസിൽ ഇലക്ട്രോൺസ് ഫ്രീ ആണ് മൂവ് ചെയ്യുക. മെറ്റലിൻ്റെ സർഫസിൽ മുഴുവൻ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് കണ്ടീഷനിലാണ് മെറ്റലിൽ വരുന്നത്. ഐസൊലേറ്റഡ് ആറ്റത്തിനേക്കാളും റിലാക്സ്ഡ് കണ്ടീഷനാണ് മെറ്റൽ. അപ്പോൾ അവിടെ ഈ സീഷ്യം ആറ്റത്തിന് തന്നെ വർക്ക് ഫംഗ്ഷൻ വരുന്നത് ഏതാണ്ട് 1.9 ഇലക്ട്രോൺ വോൾട്ടാണ്. അയണൈസേഷൻ എനർജി 3.9 ആണ്. അപ്പോൾ ഏതാണ്ട് ആ ഒരു റിലേഷൻ വരുന്നത് വർക്ക് ഫംഗ്ഷൻ ഈസ് ഹാഫ് ഓഫ് അയണൈസേഷൻ എനർജി. ഇതാണ് വ്യത്യാസം. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ വേണ്ട എനർജിയാണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിജക്ട് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരു വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ്റെ ഏതാണ്ട് ഒരു ഹാഫായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. വേവ് പ്രോപ്പർട്ടി മാത്രം പോരാ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, പല പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ലൈറ്റിനൊരു ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത സെക്കൻഡ് എക്സ്പെരിമെൻ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്.